അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സുകാർക്ക് അഖീദയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചോദ്യം 1 ചേർത്തെഴുതാം. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് സ്വഹാബികൾ, മുഅ്ജിസത്ത്, ഔലിയാ, നക്ഷത്രം, തൗഹീദ്, കറാമത്ത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയേക്കാൾ എത്രയോ വലുതാണ് ഡാഷ്. ഉത്തരം നക്ഷത്രം. അള്ളാഹു ഏകനാണെന്ന വിശ്വാസത്തിന് പറയും ഡാഷ്. തൗഹീദ്. 3 മുർസലുകൾക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവം. ഉത്തരം മുഅ്ജിസത്ത്. 4 വലിയ എന്നതിൻ്റെ ബഹുവചനമാണ് ഡാഷ്. ഉത്തരം ഔലിയാ. 5 അമ്പിയാക്കൾ അല്ലാത്തവരിൽ ഏറ്റവും ശ്രേഷ്ഠർ. ഉത്തരം സ്വഹാബികൾ. രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം. 1 അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം, ഈമാൻ, അസ്വലാത്ത് എന്ന് തന്നിട്ടുണ്ട്. ശരി ഇസ്ലാം. 2 ഉഹദിൽ പതാകവാഹകൻ. ഓപ്ഷൻ അലി, മുസ്അബ്, ഖാലിദ്. ഇത് താരീഖിലെ ഒരു ചോദ്യമാണ്. ഏതായാലും നമ്മൾ പഠിച്ച ഒരു ചോദ്യം തന്നെയാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. 3 സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത് ബിദ്അത്ത്, ഇജ്മാ, ഓയിബ്. 4 23 വർഷം കൊണ്ടാണ് അവതരണം. തൗറാത്ത്, സബൂർ, ഖുർആൻ. ഉത്തരം ഖുർആൻ. 5 വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. മൃഗങ്ങൾ, ജിന്നുകൾ, മനുഷ്യർ. ഉത്തരം ജിന്നുകൾ. അടുത്ത ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് പൂരിപ്പിച്ചെഴുതാം. 1 അൽ യൗമ ഡാഷ് ലക്കും ദീനക്കും ഡാഷ് അലൈക്കും നിയമത്തിയ ഡാഷ് ലക്കും ഇസ്ലാമ ദീന. ഉത്തരം അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. 2 ഫബി ഇസ്സതിക ഡാഷ് അജ്മഈന ഡാഷ് ഇബാദക ഡാഷ് മുഖ്ലിസീൻ. ഉത്തരം ഫബി ഇസ്സതിക ലാ ഉഇയാനഹും അജ്മഈന ഇല്ലാ ഇബാദിക മിൻഹും മുഖ്ലിസീൻ. 3 പരിശുദ്ധ ഡാഷ് നമ്മുടെ നബി ഡാഷ് ഏറ്റവും ഡാഷ് മുഅ്ജിസത്ത്. ഉത്തരം പരിശുദ്ധ ഖുർആൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അടുത്തത് യോജിപ്പിക്കാം. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകളുടെ പേരാണ് ഇവിടെ 3 തന്നിട്ടുള്ളത്. അവരുടെ പേര് ഫുള്ളായിട്ട് അപ്പുറത്തെ സൈഡിലുണ്ട്. അതിന് യോജിച്ചത് ഏതാണെന്ന് വെച്ചാൽ അവിടെ എടുത്തെഴുതാം. ഒന്നാമത്തത് അബൂബക്കറിൻ. ഉത്തരം അബൂബക്കർ ഇബ്നു അബി ഖുവാഫ റളിയല്ലാഹു അൻഹു. 2 സുബൈറു. ഉത്തരം സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. 3 ഉമർ ബിൻ. ഉത്തരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 5 ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. 1 തൗഹീദിന്റെ സൂറത്ത്. ഉത്തരം ഇഖ്ലാസ്. 2 യാ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞവർ. ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. 3 ഉമ്മുൽ ഖുർആൻ എന്നു പേരുള്ള സൂറത്ത്. ഉത്തരം ഫാത്തിഹ. 4 മതനിയമങ്ങൾ ബാധകമാക്കുന്ന മനുഷ്യരല്ലാത്ത വിഭാഗം. ഉത്തരം ജിന്നുകൾ. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും പറയും. ഉത്തരം ബിദഅത്ത് എന്ന് പറയൂ. 6 പരലോകത്തേക്കുള്ള കൃഷി ഇടം. ഉത്തരം ഇഹലോകം. 7 ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ. ഉത്തരം റിദ്ദത്ത്. 8 മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായം. ഉത്തരം ഇജ്മാഅ്. 6ാമത്തെ ചോദ്യം ഖിയാമത്തിൽ നാളിനോട് വളരെ അടുത്ത അടയാളങ്ങൾ മാത്രം എടുത്തെഴുതാനാണ്. 9 മാർക്കിനാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. ബ്രാക്കറ്റിൽ മദ്യപാനം അധികരിക്കുക, ദജ്ജാൽ പുറപ്പെടുക,
ഉമ്മയെ വെറുപ്പിക്കുക, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരിക, മുൻഗാമികളെ ശപിക്കുക, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടുക. ഉത്തരം ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരൽ, യജൂജ് മാജൂജ് പുറപ്പെടുക, ദജ്ജാൽ പുറപ്പെടുക. ഏഴാമത്തെ ചോദ്യം ഉത്തരം എഴുതാം. 1. ദുആ എന്നാൽ എന്ത്? ഉത്തരം ആരാധനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനക്ക്. 2. 73 വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ഒഴികെ മുഴുവനും നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ വിഭാഗം ഏത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും സഞ്ചരിച്ച മാർഗം. 3. ബിദ്അത്ത് 2 വിധം ഏതെല്ലാം? ഉത്തരം ബിദ്അത്തുൽ ളലാലത്തെ, ബിദ്അത്തുൽ ഹസനത്തെ. 4. മുർത്തദ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ എന്ത് ചെയ്യണം? ഉത്തരം 2 ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോട് കൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തയായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം. അതിൽ നിന്ന് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. മുർത്തദ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ ഏത് ഷഹാദത്ത് കലിമയാണ് ചൊല്ലേണ്ടത്? ഉത്തരം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇന്നി ബരീഉം മിൻ കുല്ലി ദീനി യുഖാലിഫു ദീനൽ ഇസ്ലാം എന്നാണ് മുർത്തദിന്റെ ഷഹാദത്ത് കലിമ. അവസാനത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം. 1. ദോഷങ്ങൾ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകുമെന്ന് പറഞ്ഞു. ആര്? ഉത്തരം അബു ഹഫ്സിൽ ഹദ്ദാദ്. 2. മുർത്തദായി മരണപ്പെട്ടാൽ ചെയ്യാവതല്ല എന്തെല്ലാം? ഉത്തരം അവന്റെ മേൽ നിസ്കരിക്കുകയോ മുസ്ലിം ഖബർ സ്ഥാനത്തിൽ മറവ് ചെയ്യുകയോ ചെയ്യരുത്. 3. തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം അല്ലാഹു സാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ഈ വിശ്വാസത്തിന്. 4. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ആരെല്ലാം? ഉത്തരം ഇമാം അബു ഹസൻ അശ്അരി റഹിമഹുല്ലാഹ്, ഇമാം അബു മൻസൂരി മാതുരീദി റഹിമഹുല്ലാഹ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഇത്. അതുപോലെ ആ പാഠഭാഗത്ത് നിന്ന് തന്നെ കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ച ഇമാമുകൾ എത്ര എണ്ണമാണ്, അവരുടെ പേരെഴുതാൻ ചോദിക്കാറുണ്ട്. അവരാണ് ഇമാം അബു ഹനീഫ റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം അഹ്മദ് ബൻ ഹൻബൽ റഹിമഹുല്ല. ഇവരുടെ പേര് തെറ്റാതെ എഴുതാൻ എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസാക്കല്ലാഹ് ഖൈർ എന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.